മറന്നു പോയിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ശ്രീകണ്ഠൻ നായർ കുറച്ചധികം കാലമായി ഏഷ്യാനെറ്റിൽ നമ്മൾ തമ്മിലൂടെയാണ് നിങ്ങൾ എന്നെ കണ്ടത്. ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം നമ്മൾ തമ്മിൽ ചെറിയൊരു ഇടവേള വന്നിരിക്കുന്നു. ഇടവേള എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മൾ തമ്മിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചെറിയൊരു രാജി കൊടുത്ത കാര്യങ്ങൾ വന്നിട്ടുണ്ടാകും. അപ്പോൾ ഏഷ്യാനെറ്റിൽ രാജിവെച്ച് ഞാൻ മനോരമ ടെലിവിഷൻ്റെ അവരുടെ പുതുതായി ആരംഭിക്കാൻ പോകുന്ന എൻ്റർടൈൻമെൻറ്റ് ചാനലിൽ ഒരു കൺസൾട്ടൻ്റാവും. അപ്പം ഈ കൺസൾട്ടൻ്റായി നടക്കുന്ന ഈ ചാനലുണ്ടല്ലോ, ഈ എൻ്റർടൈൻമെൻറ്റ് ചാനൽ വരാൻ ഇനി കുറച്ച് മാസങ്ങൾ ബാക്കിയുണ്ട്. അടുത്ത വർഷം 2011 മധ്യത്തിൽ വെച്ചാണ് ഈ ചാനൽ ഏറി വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ തമ്മിൽ പോലെ സ്വഭാവമുള്ള ഒരു ടെലിവിഷൻ ടോക്ക് ഷോ ഇതിലുണ്ടാവും. നിങ്ങൾക്കറിയാം, മലയാളികൾ കണ്ട് പരിചയിച്ച ഒരു ആദ്യത്തെ ടോക്ക് ഷോ ആണ് നമ്മൾ തമ്മിൽ. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ച് എനിക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മുംബൈയിൽ അവസാനിക്കുന്ന ഒരു ടോക്ക് ഷോ തന്നെയായിരിക്കും ഇതിലും ഉണ്ടാവുക. അപ്പോൾ ഇടയ്ക്കൊക്കെ പല ആളുകളും പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ മാറി നിൽക്കുന്നത് ശരിയല്ല, ഇതിൽ ഇടവേള വന്നാൽ പ്രശ്നമാകുന്നത്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, മലയാളികൾ അങ്ങനെ പെട്ടെന്ന് മറന്നു പോകുന്ന ഒരാൾ എത്ര കാലം ഒരാളുടെ ദൃശ്യം അവരുടെ മനസ്സിൻ്റെ ചെപ്പിൽ അവർ ഒളിപ്പിച്ച് വയ്ക്കാനാകും. അപ്പോൾ നിങ്ങൾ KP ഉമ്മറിനെയൊക്കെ ഓർക്കുന്നില്ല, അതേപോലെ ഒരു ഉമ്മറായിട്ട് അന്വേഷിച്ച് നിങ്ങൾ ഓർത്തോളാം. കുറച്ച് കഴിയുമ്പോൾ ഞാൻ നമ്മൾ തമ്മിൽ പോലുള്ള ഒരു ടോക്ക് ഷോമായി വരുമെന്ന് പറയാൻ കാരണം ഒരു മാധ്യമ ഇടപെടലായിട്ടാണ് ഞാൻ ഈ പരിപാടി എന്നും കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു പ്രത്യേക ചുറ്റുപാടിലാണ് ആകാശവാണി ജോലി ചെയ്ത് ഞാൻ ഒരു ടെലിവിഷൻ ടോക്ക് ഷോ അവതരിപ്പിക്കാൻ ചേർന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ആ സംഭവം. പ്രത്യേകിച്ച് ഈ മാധ്യമ ഭാഷയിൽ വളരെ ഉപചാരത്തോടെ നീങ്ങുന്നൊരു കാലയളവിലാണ് വളരെ അനൗപചാരികമായിട്ടൊരു ടോക്ക് ഷോയ്ക്ക് കേരളത്തിൽ സാധ്യതയുണ്ടെന്ന് ശശികുമാർ കണ്ടെത്തിയിട്ട് എന്നെ ചുമതല ഏൽപ്പിച്ചത്. ഓപ്ര വിൻഫ്രി പോലെ ലോക പ്രശസ്തരായ പല ടോക്ക് ഷോകളും ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഈ പ്രിയ ടെണ്ടുൽക്കർ അങ്ങനെയൊക്കെ പറഞ്ഞ് പല ആളുകളും ചെയ്ത ടോക്ക് ഷോ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നാൽ മലയാളികൾ നടക്കേണ്ട വഴികൾ ഇതൊന്നും അല്ല എന്നുള്ളൊരു തോന്നലാണ് എനിക്ക് പ്രേരകമായിട്ട് മാറിയത്. മാത്രമല്ല, ആകാശവാണിയിൽ അന്ന് അക്കാലത്ത് ഏറ്റവും പ്രചാരം നേടിയ പ്രഭാതവേദി എന്നൊരു പരിപാടി, അത് എന്നെ വളരെ ആകർഷിക്കുന്നൊരു പരിപാടിയാണ്. ഞാനുമൊക്കെ അതിൽ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് നേരെ പറയാനുള്ള കാര്യം നേരെ അങ്ങ് പറയുക, അതിന് വളവ് തിരിവുകളില്ല പറയുക, ആമുഖങ്ങളില്ലാതെ പറയുക. ഈ ഒരു നിലപാടാണ് പ്രഭാതവേദി അവലംബിച്ചത്. അതേ ട്രാക്കിലൂടെയാണ് ഒരുപക്ഷെ ഇതും സഞ്ചരിച്ചത്. സൂപ്പർ ഫാസ്റ്റ് എന്ന് പറയുന്നൊരു ടോക്ക് ഷോ ആണ് മലയാളത്തിൽ ആദ്യമായി നമ്മൾ തമ്മിൽ അവതരിപ്പിക്കപ്പെട്ടത്. അതിനുശേഷം ഒരു 727ഓളം എപ്പിസോഡ് ഈ പരിപാടി കിട്ടുന്നു. പല വിഷയങ്ങളിലേക്ക് കടന്നു, പല അപ്രിയമായ സത്യങ്ങൾ തിരിച്ചു പറഞ്ഞു, എന്തിനൊക്കെ എനിക്ക് അടി കിട്ടി, തിരിച്ചടികൾ കിട്ടി. അപ്പോൾ ഈ മാധ്യമ പരിചയം നേടാനൊക്കെ നമ്മൾ തമ്മിൽ എനിക്ക് ഒരുപാട് ഉപകരിച്ചിട്ടുണ്ട്. അതായത് ഒരു അവതാരകൻ പ്രേക്ഷകൻ്റെ മനസ്സിലേക്ക് എങ്ങനെ കയറിക്കൂടണം, അവൻ്റെ വഴി എന്താണ് എന്നൊക്കെ എനിക്ക് ബോധ്യപ്പെട്ട കാലമായിരുന്നു. പ്രത്യേകിച്ച് ഞാനറിയാത്ത എത്രയോ ആളുകൾ എന്നെ ഇഷ്ടപ്പെടുന്നു അറിയുന്നത് വലിയ കാര്യമാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരിക്കലും അമേരിക്കയിലൊരു സന്ദർശനം നടത്തിയപ്പോൾ പല വീടുകളിലും ഞാൻ പോയി ഭക്ഷണം കഴിച്ചു. അതായത് ഞാൻ അവിടുത്തെ ഒരു മലയാളികൾ പങ്കെടുത്ത ഒരു മീറ്റിങ്ങിൽ പറഞ്ഞു, ചെമ്പാവരി ചോറും കാച്ചിയ മോരുമാണ് എനിക്കിഷ്ടം എന്ന് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ അമേരിക്കയിൽ നിന്ന് ചെമ്പാവരി ചോറ് തന്നെ എവനൊക്കെ എവിടെ നിന്നാ ഇറങ്ങുന്നതെന്നുള്ള ആളുകൾ ആദ്യം സംസാരിച്ചെങ്കിലും പിന്നെ അവസാനം കാച്ചി മോര് കഴിച്ച് എൻ്റെ ഉപ്പാട് കൊണ്ടുപോയി. നമ്മൾ തമ്മിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ എന്നെ അവരുടെ വീട്ടിലേക്ക് ഊണ് കഴിക്കാൻ വിളിച്ചു. ഞാൻ പല ആളുകളെ നിരാശപ്പെടുത്താതെ കഴിച്ച് വിണ്ടി കീറിയ ആമാശയത്തോടെ അമേരിക്കൻ ബന്ധം വെച്ച് ഞാൻ വയറൊക്കെ ചാടി മുംബൈയൊക്കെ കുരുക്കിയാണ് തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങിയത്. ആ രീതിയിൽ അത്രയും ഭക്ഷണം കഴിക്കുന്നു മലയാളികളുടെ സ്നേഹക്കാർ. അപ്പോൾ ഒരുപാട് ആളുകൾ എന്നെ കാണാതിരുന്നപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടമൊക്കെ പറയുന്നുണ്ട്, ഭയങ്കര വിഷമം പറയുന്നുണ്ട്. ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇപ്പോൾ എന്നെ കണ്ടുമുട്ടുമ്പോൾ ആളുകൾ പറയാറുണ്ട്, നിങ്ങൾ എവിടെ പോയിരിക്കുന്നു? ഞാനെങ്ങും പോയിട്ടില്ല, ഞാനിവിടെ തന്നെ ഉണ്ട്. അപ്പോൾ മാത്രമല്ല, ഈ ഒരു കുറച്ച് കാലം കൊണ്ട് കുറച്ചുകൂടെ ജീവിതത്തിൽ പഠിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്, കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്.